ഹലോ കുട്ടികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 10th ചാപ്റ്റർ റെക്റ്റാങ്കിൾ മാത്ത് എന്നുള്ള ഒരു പോർഷനാണ് നോക്കുന്നത് കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാൻ, എന്നാലാണ് സപ്പോർട്ടാവുള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ അവിടെ ടൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടില്ലേ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് 10th ചാപ്റ്റർ നോക്കാം. റെക്റ്റാങ്കിൾ മാത്ത്, സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ്. ഫസ്റ്റ് പോർഷൻ സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ് എന്നാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതുപോലുള്ളൊരു ഷേപ്പാണ്. 4 സൈഡുകൾ ഉണ്ടാവും. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും മെഷർമെൻറ്റ് കേട്ടോ. ഇനി റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഈ ഷേപ്പാണ് ഉണ്ടാവുക. റെക്റ്റാങ്കിൾ എങ്ങനെയാണ് ഉണ്ടാവുക? 2 സൈഡ്സ് ആർ ഈക്വൽ ആണ് ഉണ്ടാവുക. ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ് മെഷർമെൻറ്റ്. അതുപോലെ ഈ സൈഡും ഈക്വൽ ആണ്. ഈ പോർഷനിൽ എന്താണെന്ന് പറയുന്നത് നോക്കാം. സം ചിൽഡ്രൻ ആർ മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ബൈ ജോയിനിങ് സ്മോൾ സ്ക്വയേഴ്സ്. അല്ലേ, കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? കുറച്ച് റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്മോൾ സ്ക്വയേഴ്സ് ചേർത്തിട്ടാണ് റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, ഇവിടെ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6. ഇങ്ങനെ 6 ചെറിയ സ്ക്വയേഴ്സ് ചേർത്തിട്ടാണ് ഈ ഒരു റെക്റ്റാങ്കിൾ ഈ കുട്ടി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ എങ്ങനെയാണ്? എത്ര സ്ക്വയർ ചേർത്തിട്ടുണ്ട്? ഇവിടെയും 6 സ്ക്വയർ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഷേപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ എത്ര സ്ക്വയർ ചേർത്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ, 9 സ്മോൾ സ്ക്വയർ ചേർത്ത് ഉണ്ടാക്കിയ റെക്റ്റാങ്കിളാണ്. ഇവിടെ അതുപോലെ കുറേ സ്ക്വയേഴ്സ് ചേർത്തിട്ടാണ് അല്ലേ റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. എത്ര സ്ക്വയേഴ്സ് ചേർത്തിട്ടാണ് ഓരോ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയിട്ട് വേണം. അടുത്ത പേജിലൊക്കെ ഇതേ എക്സാമ്പിൾ വെച്ചിട്ടാണ് പോർഷൻസ് മുമ്പോട്ട് പോകുന്നത്. ഓൾ സ്മോൾ സ്ക്വയേഴ്സ് ഹാവ് സൈഡ് ഓഫ് 1 സെൻറ്റിമീറ്റർ. അല്ലേ, നമ്മൾ കണ്ട പിക്ചറിലൊക്കെ എങ്ങനെയാണ്? എല്ലാ സ്ക്വയറിൻ്റെയും സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. സ്ക്വയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ പറഞ്ഞു, 4 സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡിൻ്റെ അളവ്. അങ്ങനെയാണ് 4 സൈഡിൻ്റെ അളവ് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാ സ്ക്വയറിൻ്റെയും ഒരു സൈഡിൻ്റെ അളവ് 1 സെൻറ്റിമീറ്റർ ആണ്. ക്യാൻ യു റൈറ്റ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഓൾ ദ റെക്റ്റാങ്കിൾസ് ഇൻ ദ പിക്ചർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ പിക്ചേഴ്സിലത്തെ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും വിഡ്ത്തും ഹൈറ്റും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? നമ്മൾക്ക് ഈസി ആയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കാം. ലുക്ക് അറ്റ് ദിസ് റെക്റ്റാങ്കിൾ. നമ്മൾക്ക് തന്ന ആ പേജിലത്തെ ഒരു റെക്റ്റാങ്കിളാണ്. ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ റെക്റ്റാങ്കിളിൽ? 1 2 3 4 5 6. 6 റെക്റ്റാങ്കിൾ ഉപയോഗിച്ചുണ്ടാക്കിയ 6 സ്ക്വയേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു റെക്റ്റാങ്കിളാണ് ഇത്. ഇതിലത്തെ ഒരു സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ 1 സെൻറ്റിമീറ്ററും ഇവിടെ നിന്ന് ഇതുവരെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇതുവരെ 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സെൻറ്റിമീറ്റർ ആയി? 3 സെൻറ്റിമീറ്റർ ആയില്ലേ? ഇത് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ 3 സെൻറ്റിമീറ്റർ എന്തായി? വിഡ്ത്തായി. ഇതിൻ്റെ ഹൈറ്റ് എത്ര വരും? ഓരോ സ്ക്വയറും 1 സെൻറ്റിമീറ്റർ ആണ് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര സ്ക്വയർ ഉപയോഗിച്ചിട്ടുണ്ട്? 2 സ്ക്വയർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ ഇതുവരെ, ഇവിടെ നിന്ന് അങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ ഇതുവരെ. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്ര വന്നു? 1 + 1 2 സെൻറ്റിമീറ്റർ ഹൈറ്റും വന്നു. ഇവിടെ 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും വന്നു. 3 സെൻറ്റിമീറ്റർ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 3 സെൻറ്റിമീറ്റർ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഹൈറ്റ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 2 സെൻറ്റിമീറ്ററും വിഡ്ത്ത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 3 സെൻറ്റിമീറ്ററുമാണ്. ദ വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ഹൈറ്റ് ഈസ് 2 സെൻറ്റിമീറ്റേഴ്സ്. അല്ലേ, ഇനി നമ്മൾക്ക് മുൻപത്തെ പേജിൽ തന്ന ആ എക്സാമ്പിളിൽ ഓരോ പിക്ചറിൻ്റെയും ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഹൈറ്റും വിഡ്ത്തും കണ്ടുപിടിക്കാനാണ് അടുത്ത
എക്സസൈസ് വന്നിരിക്കുന്നത് ഫൈൻഡ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്സ് ഓഫ് ഓൾ റെക്റ്റാങ്കിൾ ലൈക്ക് ദിസ്. മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു പിക്ചേഴ്സാണ് വീണ്ടും ടേബിളായി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓരോ പിക്ചേഴ്സിൻ്റെയും വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് നോക്കൂ, നീളത്തിലാണ് അല്ലേ. എത്ര സ്ക്വയേഴ്സ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്? 1 2 3 4 5 6. അപ്പോൾ എങ്ങനെയാണ് ഓരോ സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് 1 1 1 1 1 1 അല്ലേ. അപ്പോൾ ഓരോ സ്ക്വയറിൻ്റെയും സൈഡ്സിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്ക്വയർ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്? 6 സ്ക്വയേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എത്രയായിരിക്കും? ഇവിടുത്തെ വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും ഈ റെക്റ്റാങ്കിളിൻ്റെ? ഇവിടെ നിങ്ങോട്ട് ഒരു സ്ക്വയറല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്ക്വയറിൻ്റെ സൈഡിൻ്റെ അളവ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഹൈറ്റ് വരുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് വരുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത പിക്ചർ നമ്മളിപ്പോൾ ഇവിടെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത റെക്റ്റാങ്കിൾ എങ്ങനെയാണെന്ന് നോക്കൂ. എത്ര സ്ക്വയേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? 9 സ്ക്വയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് നോക്കാം. ഇവിടെ എത്ര സ്ക്വയേഴ്സ് താഴെ വരുന്നുണ്ട്? 1 2 1 2 3. ഓരോ സ്ക്വയറിൻ്റെയും സൈഡ്സിൻ്റെ അളവ് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എത്ര വരും? 3 സെൻറ്റിമീറ്റർ വരും. അതിന് ഹൈറ്റ് നോക്കാം. ഈ സൈഡിൽ എത്ര സ്ക്വയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്? 1 2 3 അല്ലേ. അവിടെയും 3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെ വരും? 3 സെൻറ്റിമീറ്റർ തന്നെ വരിക. അടുത്ത പിക്ചർ നോക്കൂ. എത്ര സ്ക്വയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 സ്ക്വയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സൈഡ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എത്ര 1 സെൻറ്റിമീറ്റർ വന്നു? 9 1 സെൻറ്റിമീറ്റർ വന്നില്ലേ. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 സെൻറ്റിമീറ്ററുമാണ്. അടുത്ത പിക്ചറിൽ നോക്കൂ. അടുത്ത റെക്റ്റാങ്കിൾ നോക്കൂ. എത്രയാണ് ഇതിൻ്റെ വിഡ്ത്ത് വരിക? എത്ര സ്ക്വയേഴ്സ് ഉപയോഗിച്ചു? 1 2 3 4. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും എത്രയാണ് ഹൈറ്റ് വരുന്നത്? 1 2 3 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്നു. അടുത്ത റെക്റ്റാങ്കിൾ വിഡ്ത്ത് നോക്കാം. 1 2 3 4 5 6. വിഡ്ത്ത് വരുന്നത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് വരുന്നത് എത്രയാണ്? 1 2 സെൻറ്റിമീറ്റർ. അടുത്ത റെക്റ്റാങ്കിൾ നോക്കൂ. എത്ര സ്ക്വയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്ക്വയറിൻ്റെയും സൈഡ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. കറക്റ്റ് നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ വിഡ്ത്ത് വരുന്നത് 12 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഈസിയാണ്. ഇനി അടുത്ത പോർഷൻ ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും ടെക്സ്റ്റ് നല്ലപോലെ വായിച്ച് നോക്കണം കേട്ടോ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.